PV അൻവർ രാജിവെച്ചതോടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും 1.5 വർഷം കൂടി കാലാവധി ഉള്ളതിനാൽ തന്നെ അൻവർ രാജിവെച്ച ഒഴിവിൽ നിലമ്പൂരിൽ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. താൻ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് അൻവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇടത് വലത് മുന്നണികളുടെ ഒരു ശക്തി പ്രകടനം തന്നെയായിരിക്കും കാണാൻ സാധിക്കുക. തുടർച്ചയായി 2 തവണ നിലമ്പൂരിൽ നിന്നും കേരള നിയമസഭയിലേക്ക് പോയ അൻവർ നിരുപാധിക പിന്തുണ UDF പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അൻവർ ഒരു പേര് മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. അതായത് കോൺഗ്രസ് നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിക്കും തന്റെ പിന്തുണ ഉണ്ടാകുമെന്ന് ഉറപ്പു പറയുന്ന അൻവർ മലപ്പുറം DCC അധ്യക്ഷനായ VS ജോയ് സ്ഥാനാർത്ഥിയായാൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം UDF നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ആ സീറ്റിൽ മത്സരിക്കാൻ ആര്യാടൻ ഷൗക്കത്തിനും ആഗ്രഹമുണ്ട് എന്നതിൽ തർക്കമില്ല. 1987 മുതൽ 2011 വരെ, അതായത് ഏതാണ്ട് 2.5 പതിറ്റാണ്ടോളം കാലം നിലമ്പൂരിനെ ഉള്ളം കൈയിൽ കൊണ്ടു നടന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ കൂടിയായ ആര്യാടൻ ഷൗക്കത്ത് പക്ഷേ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ അൻവറിനെതിരെയാണ് നിലമ്പൂരിൽ തോറ്റത്. എന്നാൽ ഒരു തിരിച്ചുവരവിനാണ് ആര്യാടൻ ഷൗക്കത്ത് ശ്രമിക്കുന്നത്. എന്നാൽ അൻവറിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല, ഇടതുമുന്നണിക്ക് അനുകൂലമായി നിലമ്പൂർ 2 തവണ നിന്നത് എന്ന് തെളിയിക്കുവാനുള്ള ബാധ്യത ഇപ്പോൾ CPM-നുണ്ട്. മാത്രമല്ല 1.5 വർഷം മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ളൂ എന്നതുകൊണ്ട് തന്നെ കരുത്ത് തെളിയിക്കാൻ CPM തയ്യാറാവുമെന്നതും തീർച്ചയാണ്. അങ്ങനെയെങ്കിൽ CPM കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കേണ്ടതുണ്ട്. ജയിക്കുകയോ തോൽക്കുകയോ എന്നതിൽ അതിലുപരി ഒരു മികച്ച പോരാട്ടം നടത്തുക എന്നതാണ് CPM-നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഏറെ ജാഗ്രതയോടെ മാത്രമേ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ സാധ്യതയുള്ളൂ. പുറത്തു നിന്നൊരാൾക്ക് പിന്തുണ കൊടുത്ത് സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നാൽ പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ നിന്നും വലിയൊരു എതിർപ്പുണ്ടാകുമെന്നും അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അതൊരു പക്ഷേ UDF-ന്റെ ഒരു വലിയ വിജയത്തിന് കാരണമാകുമെന്നും CPM-ന് ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പറ്റിയ ഒരാളെ നിലമ്പൂരിൽ നിന്നും കണ്ടെത്തുക. അങ്ങനെയെങ്കിൽ നിലമ്പൂരിൽ പാർട്ടി സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയ ഒരു വ്യക്തി എന്ന നിലയിൽ കൂടുതൽ പേരും പിന്തുണക്കാൻ സാധ്യതയുള്ളത് നിലമ്പൂർ സ്വദേശിയും മുൻ തൃപ്പൂണിത്തറ MLA-യും കൂടിയായ M സ്വരാജിനെയാകും. കാലാകാലങ്ങളായി തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലത്തിൽ MLA ആയിരുന്ന, അതുപോലെ മന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ നേതാവായ K ബാബുവിനെ വീഴ്ത്താൻ LDF നിയോഗിച്ചത് ഇതേ M സ്വരാജിനെയായിരുന്നു. അതിൽ അദ്ദേഹം അന്ന് വിജയിക്കുകയും ചെയ്തതാണ്. എന്നാൽ കഴിഞ്ഞ തവണ നേരിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ബാബു ജയിച്ചു കയറിയത്. സ്വരാജ് പാർട്ടി അണികൾക്കിടയിൽ സ്വീകാര്യനായ ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ സ്വരാജിന് നറുക്ക് വീണാൽ വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടത്തിന് തന്നെയാവും നിലമ്പൂർ സാക്ഷ്യം വഹിക്കുക എന്നതിൽ തർക്കം വേണ്ട.